ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടം മാത്രം സീരിയലിലെ അടുത്ത ആഴ്ചത്തെ മുഴുവൻ പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു വീക്കെൻഡ് പ്രൊമോ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നാളെയും മറ്റന്നാളെയും സീരിയൽ ഇല്ല, തിങ്കളാഴ്ച നടക്കാൻ പോണ അതിഗംഭീര ഭാഗം കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഇഷിത മഹേഷിന് ഒരു ഗ്ലാസ് ചായ ആയിട്ടൊക്കെ പോകുമ്പോ മഹേഷ് ഇഷിതനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇഷിത ചോദിക്കേണ്ടത്, എന്താ മഹേഷ് ഇങ്ങനെ നോക്കുന്നത്, എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ? അതെ, സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ആദ്യമായിട്ട് ഇന്നലെയാണല്ലോ അറിഞ്ഞത്. പോ മഹേഷ്, ഈ മഹേഷ് ഇപ്പൊ വായ തുറന്ന ഇങ്ങനത്തെ വർത്തമാനം മാത്രമേ പറയുന്നുള്ളൂ. അതിന് സത്യല്ലേ പറഞ്ഞത്. ഇത്ര നാള് ഇഷിത എന്താണെന്നോ എങ്ങനെയാണെന്നൊക്കെ എനിക്ക് അറിയായിരുന്നു. പക്ഷെ ശരിക്കും ഇഷിതനെ അറിയണത് ഇന്നലെയല്ലേ. മഹേഷ് ചന്ദ്രനെ അറിയണത് ഇഷിത ഇന്നലെയാണല്ലോ. ഓ മഹേഷ് ഒന്ന് പൊയ്ക്കതേ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ട് കേട്ടോ. താൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോണോടോ? എടോ ഇന്ന് പോകണ്ടോ? അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. ഇന്ന് എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം. എടോ വേണ്ടടോ, താൻ ഇവിടെ ഇരിക്കേ. എടോ ദേ മഹേഷ്, ശരിയാവില്ല കേട്ടോ. ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങോട്ടനല്ലേ തിരിച്ചു വരുന്നത്. അത്രയും നേരം കാത്തിരിക്കാന്ന് വെച്ചാൽ ഞാനേ ഉച്ചക്ക് നേരത്തെ ഇറങ്ങാം പോരെ? ശരി. മഹേഷ് ചായ കുടിക്ക് എന്ന് പറയാണ്. താനിങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഇഷിതനെ വിളിക്കുകയാണ്. ശേഷം കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കാട്ടോ. അത് കണ്ട് ചിപ്പി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അയ്യേ, നിങ്ങൾക്കൊരു നാണമില്ലേ? വാതിലൊക്കെ ചാരിട്ട് വേണ്ടേ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? അതെ, കണ്ണും ചെവിക്ക് കൂർപ്പിച്ച് മഞ്ജിമപ്പച്ചിയോട് നടക്കുന്നുണ്ട്. മഞ്ജിമപ്പച്ചിനെ ഉദ്ദേശിച്ചാൻ പറഞ്ഞത്, അല്ലാതെ എന്നെ ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ. എടി കാന്താരി, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് മഹേഷ് വിളിക്കുകയാണ്. ശേഷം ഇഷിതയും മഹേഷും അതുപോലെ തന്നെ ചിപ്പിയും കൂടി കെട്ടിപ്പിടിച്ചാണ് കുറച്ചു നേരം നിൽക്കാട്ടോ. ശേഷം ഇഷിത പറഞ്ഞു, ഞാൻ റെഡി ആവട്ടെ, ചിപ്പിക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ചിപ്പി ഇവിടെ ഉണ്ടാവുമല്ലോ, അമ്മ എന്നാ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ റൂമിൽ നിന്ന് പുറത്തേക്ക്. മഞ്ജിമ ഇഷിത വരാനായിട്ട് കാത്തിരിക്കുകയാണ്. ഇഷിതയുടെ മുഖഭാവവും ആ ഒരു വ്യത്യാസമൊക്കെ നോക്കുമ്പോൾ ഏകദേശമൊക്കെ മനസ്സിലാവല്ലോ. അതിനുവേണ്ടി ഇങ്ങനെ കാത്തിരിക്കാട്ടോ. അങ്ങനെ ഇഷിത കുളിയൊക്കെ കഴിഞ്ഞ് നടന്നു വരുന്ന കാണുമ്പോൾ തന്നെ മഞ്ജിമക്ക് കാര്യം മനസ്സിലായി. ഏകദേശം ഇന്നലെ അവരുടെ തമ്മിലുള്ള ആ ഒരു ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നും. അതുകൊണ്ട് തന്നെ മഞ്ജിമ ചോദിക്കുന്നുണ്ട്, ഇന്നലെ എന്താണ് ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചോ, അത് അവന്റെ കൂടെ ബെഡിൽ കിടന്നോ? അതെ, മഞ്ജിമ ചേച്ചി പറഞ്ഞ അനുസരിക്കാൻ. മഞ്ജിമ ചേച്ചിയുടെ ആരാ ഞാൻ? അല്ല, എന്റെ ആരാ മഞ്ജിമ ചേച്ചി? മഹേഷിന്റെ ചേച്ചിയാണെന്നൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ ചേച്ചിയായിട്ട് കാണുന്നില്ല. കാരണം ഈ വീട്ടിൽ ആര് നന്നാവണത് മഞ്ജിമ ചേച്ചിക്ക് ഇഷ്ടമല്ല. അങ്ങനെ കുടുംബം മുടിയാൻ വേണ്ടി വിചാരിക്കുന്ന ഒരാളെ എല്ലാ കുടുംബത്തിലും ഉണ്ടാവുമല്ലോ, അതുപോലത്തെ ഒരാളാണ് മഞ്ജിമ ചേച്ചി. അതുകൊണ്ട് മഞ്ജിമ ചേച്ചി എന്ത് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ മഞ്ജിമ ചേച്ചിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നല്ലോ, ഞാനും മഹേഷും ഒന്നായോ അതോ രണ്ടുപേരും രണ്ടായോ എന്നൊക്കെ അറിയാനായിട്ട്. എങ്കിലേ മഞ്ജിമ ചേട്ടത്തെ ഞാൻ ആ സത്യം പറയാം, ഞാനും മഹേഷേ ഇന്നലെ ഒന്നായി. മഹേഷ് ഇങ്ങനെ കിടക്കുമ്പോഴോ? അതിനെന്താ പ്രശ്നം? എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ ഞാനൊരു ഡോക്ടറാണല്ലോ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാലോ. നാണമില്ലാത്തവള്. എന്ത് നാണമില്ലാത്തത്? നാണില്ലാത്തത് ആരാന്ന് എനിക്കറിയാം. ഇന്നലെ രാത്രി ബെഡ്റൂമിൽ ഒളിഞ്ഞിരുന്ന് കേട്ടത് ആരാന്നൊക്കെ എനിക്കറിയാം. അതിനേക്കാളും നാണക്കേട് വാർത്താനൊന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. എന്തായാലുവേ മഞ്ജിമ ചേച്ചി സംശയിച്ചതൊക്കെ സത്യമായി. ഇന്നലെ ഞാനും മഹേഷ് തമ്മിൽ ഞങ്ങൾ രണ്ടുപേരായിരുന്നല്ലോ, ഇന്നലെ മുതൽ ഒന്നായി എന്ന് പറയാണ്. അങ്ങനെ നീ അങ്ങ് പറഞ്ഞ പോരല്ലോ, ഞങ്ങൾക്ക് തെളിവ് വേണ്ടേ? അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് മഞ്ജിമ ചേച്ചി പറയണത്? വേറെ ഒന്നും ചെയ്യണ്ട. ഒരു നീയും മഹേഷ് ഒന്നായെന്ന് പറയുമ്പോഴേക്കും നിന്റെ ഇപ്പൊ ട്രീറ്റ്മെന്റ് ഒക്കെ വിജയകരമായിട്ട് സക്സസ് ആയെന്നൊക്കെ അല്ലേ പറയണത്? അങ്ങനെയാണെങ്കിൽ നീ ഉടനെ തന്നെ പ്രഗ്നന്റ് ആകുമായിരിക്കുമല്ലോ, അപ്പൊ ഞങ്ങൾ വിശ്വസിച്ചോളാം. ശരി, മഞ്ജിമ ചേച്ചി അപ്പൊ വിശ്വസിച്ചാൽ മതി, എനിക്കൊരു കുഴപ്പമില്ല. എന്തായാലും ഇന്നലത്തോടെ എനിക്ക് മഹേഷിനോട് ഇഷ്ടമുണ്ടല്ലോ, ഇങ്ങനെ കൂടി കൂടി വരുവാണ്. ഇന്ന് മഹേഷ് ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് പറഞ്ഞു, കൂടെ തന്നെ കിടക്കണമെന്ന്. രാവിലെ എഴുന്നേറ്റപ്പോഴും മഹേഷ് വിടാനൊന്നും സമ്മതിച്ചില്ല. പിന്നെ ഞാൻ പറഞ്ഞു, പേഷ്യൻസിന്റെ അടുത്തൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാന്നോ, അപ്പൊ ഒത്തിരി പേഷ്യൻസ് കാത്തിരിക്കില്ലേ, നേരത്തെ വരാന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷിനെ അടക്കിയിരുത്തിയിരിക്കുന്നത്. എന്തായാലും എനിക്കും മഹേഷിനെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല. ഇതാണല്ലേ മഞ്ജു ചേച്ചി ഭർത്താവ് ഭാര്യ ബന്ധം എന്ന് പറഞ്ഞത്? നീ എന്നെ ആക്കാണെന്നൊക്കെ എനിക്ക് അറിയാം. എന്താക്കാണെന്ന് ഞാൻ കാര്യത്തിൽ തന്നെയാ പറഞ്ഞത് എന്തൊക്കെ പറയാട്ടോ. ശേഷം ഇഷിത ഇങ്ങനെ കളിയാക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. മഞ്ജുമക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവാട്ടോ. ഈശ്വര, സത്യമാണ് അവള് പറഞ്ഞത്, അവളെ കണ്ടാൽ തന്നെ അറിയാം അവളെല്ലാം കഴിഞ്ഞു എന്നിങ്ങനെ വിചാരിക്കാനായിട്ട്. ശേഷം സ്വപ്നയുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മേ എന്താടി രാവിലെ തന്നെ തുടങ്ങിയോ? അതെ, ഞാനിതിലൊരു സംശയം പറഞ്ഞില്ലേ, ഇഷിതയും മഹേഷ് ഒരുമിച്ച് കിടക്കാൻ പോണം. അപ്പൊ അമ്മ എന്താ പറഞ്ഞത്? അവളൊരു ഡോക്ടറാണ്, അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല, അങ്ങനെ ചെയ്തെങ്കിൽ തന്നെ അവൾ ഡോക്ടറാണ്, അവൾക്ക് വിവരമുണ്ട്, വിദ്യാഭ്യാസം എന്തൊക്കെയായിരുന്നു. അതെ, മഹേഷ് ഇഷിതയും തമ്മിലെ ഇന്നലെ അതൊക്കെ കഴിഞ്ഞു. എന്ത് കഴിഞ്ഞു? അവരെ ഒന്നായെന്ന്. സത്യമാണോ നീ പറഞ്ഞത്? അതെ സത്യമാണ്. അത് അവള് പറഞ്ഞതാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അല്ല, ഇഷിത പറഞ്ഞു, പിന്നെ എനിക്ക് അവളെ കണ്ടപ്പോ അങ്ങനെ തോന്നി. എങ്കിലേ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനും രാമനുമാണ്. കാരണം എത്ര നാളായി അവര് ടൂർ പോവാൻ നോക്കുന്നു, അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു. പക്ഷെ ഇപ്പോഴാണ് അവർക്ക് അതിനൊരു അവസരം കിട്ടിയത്. എന്തായാലും ഇപ്പോഴെങ്കിലും അത് നടന്നല്ലോ. ചിലപ്പോഴേ അവർക്ക് അതായിരിക്കും അവർക്ക് വിധിച്ചേക്കണത്. മഹേഷ് ഇങ്ങനെ കിടക്കുമ്പോൾ അവരുടെ ഫസ്റ്റ് ഡേറ്റ് അതായിരിക്കും അവർക്ക് പറഞ്ഞിരിക്കണത്. എന്തായാലും സമാധാനായി, രണ്ടുപേരും ഒന്നായല്ലോ. ഇനി മഹേഷിന് വെറുതെ അല്ല, മഹേഷിന് ഇന്നൊരു ഭയങ്കര സന്തോഷം. നീ എന്താ പറഞ്ഞത്? അവന് ഒന്നും കൂടി തളർന്നു പോകുന്നു, അവനിപ്പൊ ഭയങ്കര എനർജിയായി, ഇനി അവൻ എഴുന്നേറ്റ് നടക്കും, നീ നോക്കിക്കോ എന്നൊക്കെ
എന്നൊക്കെ പറയാണ്. അങ്ങനെ സ്വപ്നവല്ലി മഞ്ജുമേനെ ഇങ്ങനെ ആക്കി പറയുന്നുണ്ട്. മഞ്ജുമ ശരിക്കും തോറ്റ് തുന്നം പാടി പോവുകയാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ദേവികക്കാണെന്നുണ്ടെങ്കിൽ ഒരു സമാധാനം കേട്ടോ, സത്യങ്ങളൊന്നും പറയാണ്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. പക്ഷെ ഇഷിതയുടെ മുഖത്ത് നോക്കി എനിക്ക് സത്യങ്ങൾ പറയാൻ പറ്റില്ല. പക്ഷെ സത്യങ്ങൾ പറയേണ്ട ഒരാളുണ്ട്, മഹേഷ് ചന്ദ്രൻ. അതെ, ഇഷിതയുടെ ഭർത്താവ്. അവരുടെ അടുത്ത് അയാളത്തെ എനിക്ക് സത്യങ്ങൾ പറഞ്ഞേ പറ്റൂ. ഇഷിത എന്തായാലും ഹോസ്പിറ്റലിലാണ്. ഇപ്പൊ മഹേഷ് ഒറ്റയ്ക്കായിരിക്കും വീട്ടില്. എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തതുകൊണ്ട് മഹേഷ് ഒറ്റയ്ക്ക് തന്നെയായിരിക്കും വീട്ടില്. അതുകൊണ്ട് മഹേഷിനെ പോയി കാണാം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ മഹേഷിനെ കാണാൻ വേണ്ടി ഡോക്ടർ ദേവിക മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ബെല്ലടിക്കുമ്പോ സ്വപ്നവല്ലിയാണ് വാതിൽ തുറക്കണത്. ആരാ മനസ്സിലായില്ല, ഞാൻ ഡോക്ടറാണ് എന്ന് പറയാണ്. ഡോക്ടർ, ഓ മഹേഷിനെ ചെക്കപ്പ് ചെയ്യാൻ ഇഷിത എങ്ങനെ പറഞ്ഞയച്ചാണോ? ആ അതെ എന്ന് പറയണ. ആ മഹേഷ് റൂമിലുണ്ട്, വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. മഹേഷ് ഇങ്ങനെ നോക്കുന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് പെട്ടെന്ന് ഞാൻ ദേവിക, ആ മനസ്സിലായി വരൂ മാഡം എന്ന് പറയാണ്. അങ്ങനെ ദേവിക ഡോക്ടർ വരുന്നുണ്ട്. ഞാൻ വാതിലൊന്ന് അടച്ചോട്ടെ? അതിനെന്താ മാഡം, അടച്ചോ എന്ന് പറയാണ്. അങ്ങനെ ഡോക്ടർ ദേവിക വാതിൽ അടയ്ക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മഹേഷ് ആണെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ട്, അല്ല ഇഷിത ഹോസ്പിറ്റലിൽ വന്നിരുന്നു കണ്ടില്ലേ? കണ്ടിരുന്നു. കൊച്ചുമകളെ ഡിസ്ചാർജ് വളരെ നന്ദിയുണ്ട് മഹേഷ് സാറിനോട്. അയ്യോ എന്നോട് എന്തിനാ നന്ദി പറയണത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഇഷിതയല്ലേ എല്ലാം ചെയ്തത്. അല്ല എന്നാലും മഹേഷ് ചന്ദ്രന്റെ ഭാര്യയാണല്ലോ ഇഷിത എന്ന് പറയാണ്. അതുകൊണ്ട് മഹേഷ് സാറിനോടും എനിക്ക് നന്ദിയുണ്ട്. ഡോക്ടർ ദേവികനെ പോലത്തെ ഒരാള് എന്നെ സാറേന്ന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇല്ല, ഇന്ന് വന്നത് ഇഷിതനെ കാണാനായിരുന്നോ? അല്ല ഞാൻ മഹേഷിനെ കാണാൻ തന്നെ വന്നതാ. എന്താ ഡോക്ടർ കാര്യം? മഹേഷ്, എനിക്ക് കുറ്റബോധം കൊണ്ട് ഞാൻ നീറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പൊ തന്നെ മഹേഷിന് മനസ്സിലായി കാര്യം പറയാൻ വന്നത് മഹേഷ് വിചാരിച്ച കാര്യം തന്നെയാണെന്ന്. പോന്നോട്ടെ മഹേഷ് ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. എന്താ ഡോക്ടർ ദേവികക്ക് പറയാനുള്ളത്? എന്താ പറഞ്ഞോ. അത് മഹേഷിന് അറിയാലോ, ഡോക്ടർ ഇഷിത ആദ്യം വിവാഹം കഴിച്ചത് മാധവിനെയാണെന്ന്. അന്ന് അവള് മണ്ഡപത്തിൽ തലകറങ്ങി വീണപ്പോ എന്റെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വന്നത്. അവിടെ ഞാൻ നോക്കിയപ്പോഴേക്കും ഡോക്ടർ ഇഷിതക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. മനസ്സുനി അമ്മ എന്നെ പണം തന്നു സ്വാധീനിച്ചതാണ്. അവർക്ക് ഇഷിത മരുമകളായിട്ട് വരാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നുണ പറഞ്ഞതാണ്. ഇഷിതക്ക് ഒരു കുഴപ്പമില്ല. അവള് നല്ല ഒരു കുഴപ്പമില്ലാത്ത പെണ്ണാണ്. നല്ല ആരോഗ്യവതിയായിട്ടുള്ള പെണ്ണാണ്. എത്ര കുഞ്ഞുങ്ങളെ വേണമെങ്കിലും ഗർഭം ധരിക്കാനുള്ള നല്ല ആരോഗ്യം അവൾക്കുണ്ട് എന്ന് പറയാണ്. അപ്പൊ തന്നെ മഹേഷിനെ ദേഷ്യം, മഹേഷിനെ കൈയിനെ മടക്കുവാട്ടോ. നിങ്ങൾ എന്റെ കൺമുമ്പിൽ നിന്ന് പോന്ന് പറയാണ്. മഹേഷ് എന്നോട് ക്ഷമിക്കുന്നതിന് പൊട്ടിച്ച് കരയാട്ടോ മറ്റേ ദേവിക. അപ്പൊ മഹേഷ് പറഞ്ഞിട്ട്, എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തോണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് നിങ്ങളുടെ മുഖത്ത് ഞാൻ അടിച്ചാനെ. മെഡിക്കൽ എത്തിക്സിന് വിപരീതമായിട്ടാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എന്ത് വലിയ തെറ്റാ ചെയ്യുന്നറിയാവോ? നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ നാട്ടിലേക്കോ പുറത്തേക്കൊക്കെ പോയി. പക്ഷെ ഇഷിത എത്രമാത്രം അനുഭവിച്ചെന്നറിയാവോ? എന്തോരം പേരുടെ കയ്യിൽ നിന്ന് കുത്തുവാക്കുകൾ കേട്ടെന്നറിയാവോ? ഇഷിതയുടെ അമ്മ എത്രമാത്രം കരഞ്ഞും പ്രാർത്ഥിച്ചും അമ്പലങ്ങളിൽ വഴിപാട് നടത്തി ഭക്ഷണം കഴിക്കാതെ വ്രതമൊക്കെ നടത്തിയിട്ട് ഓരോന്നൊക്കെ ചെയ്തെന്നറിയാവോ? നിങ്ങൾ കാണും എന്തുമാത്രം ഇഷിത അനുഭവിച്ചെന്നറിയാവോ എന്ന് പറയണം. ഇവിപ്പൊ എന്നെ പോലും വിവാഹം കഴിക്കാൻ കാരണം അവൾക്ക് ഒരിക്കലും അമ്മയാവാൻ സാധിക്കില്ലെന്ന് പറഞ്ഞിട്ടാണ് അവൾ എന്നെ പോലും വിവാഹം കഴിച്ചത് എന്നൊക്കെ പറയാട്ടോ. അതിനുശേഷം ദേവിക ഇങ്ങനെ മാപ്പൊക്കെ ചോദിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ മഹേഷിനെ ദേഷ്യം പെട്ടു. പക്ഷെ മഹേഷ് ഈ കാര്യം ഇഷിത അടുത്തൊന്നും പറയുന്നില്ല. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ആണെന്നുണ്ടെങ്കിൽ ഇഷിത വരുമ്പോഴേക്കും മഹേഷ് ഇങ്ങനെ വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ശേഷം ഇഷിത ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. മഹേഷ് പിന്നെ ഇങ്ങനെ കറക്കുന്നൊക്കെ ഉണ്ട്. മഹേഷ് എഴുന്നേറ്റ് നടക്കുന്ന ഭാഗവും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. ചിപ്പിക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ. ആ ഒരു ഭാഗമാണ് വീക്കെൻഡ് പ്രൊമോയിൽ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.